ഉണ്ട്. ജോയ്സ്, തീർച്ചയായിട്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ പലപ്പോഴും പറയുന്നത് ഉക്രൈൻ വിജയകരമായി റഷ്യക്കെതിരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ അവിടെ നിന്ന് പല റിപ്പോർട്ടുകളും വരുമ്പോൾ റഷ്യൻ സൈന്യം ഉക്രൈൻ്റെ പല ഭാഗങ്ങളും പിടിച്ചടക്കുന്നു എന്നും ഉക്രൈൻ റഷ്യയുടെ വെയർഹൗസുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയതിന് പ്രതികാരമായിട്ട് തിരിച്ച് റഷ്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ വെയർഹൗസുകളടക്കം എല്ലാം തകർന്ന് തരിപ്പണമായി എന്നൊക്കെയുള്ള വാർത്തകൾ അല്ലാതെയും വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും റോബിൻ, ഇപ്പോൾ ഒരു യുദ്ധമാകുമ്പോൾ രണ്ടു വശത്തും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല. അത് നമ്മളിപ്പോൾ ലോകത്തിന്റെ പല കോണുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടൊരു റിപ്പോർട്ട് പുറത്തു വന്നതനുസരിച്ച് റഷ്യയുടെ ഏറ്റവും വലിയൊരു കരുത്തായിട്ടുള്ള അല്ലെങ്കിൽ റഷ്യയുടെ ഏറ്റവും വലിയൊരു പ്രതിരോധ കോട്ടയായിട്ടുള്ള S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം അത് പ്രത്യേകിച്ചും റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഒരു കൊട്ടാരത്തിന്റെ അടുത്ത് കരിങ്കടൽ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരത്തിന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു സംരക്ഷണത്തിനായിട്ട് ഒരുക്കിയിരുന്ന ഒരു പ്രതിരോധ സംവിധാനം അത് വിജയകരമായിട്ട് ഇപ്പോൾ ഉക്രൈൻ തകർത്തിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകം ഒരു യുഗത്തിലേക്ക് കടക്കുന്നു, അല്ല എങ്കിൽ ലോകം യുദ്ധത്തില് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പശ്ചിമേഷ്യയിലായാലും ശരി, ഉക്രൈൻ റഷ്യ വിഷയത്തിലായാലും ശരി, പണ്ട് കാലത്ത് നമുക്കറിയാം ഏറ്റവും ആദ്യ കാലത്തേക്ക് പോവുകയാണെങ്കിൽ നേരിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു. അതിനുശേഷം ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള യുദ്ധമായിരുന്നു. ഇപ്പോൾ പുതിയൊരു യുഗത്തിലേക്ക് ലോകം അല്ലെങ്കിൽ യുദ്ധമേഖല കടക്കുന്നതെന്ന് നമുക്ക് പറയാം. അതായത് ചെറിയ ചിലവിൽ നിർമ്മിച്ച് വലിയ പ്രകടനശേഷി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഡ്രോണുകളാണ് ഇപ്പോഴത്തെ യുദ്ധമുഖത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്കെതിരെ ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായാലും ശരി, ചെറിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ ചിലവിൽ നിർമ്മിച്ചെടുക്കുവാനും വലിയ അപകടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഡ്രോണുകളാണ്. അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ ഉക്രൈനും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ ഇപ്പോൾ ചെറിയ ചിലവിൽ കൂടുതൽ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയിലേക്ക് ആക്രമണം നടത്തുന്നു. അത്തരം ആക്രമണത്തിലാണ് ഇപ്പോൾ ഈ S-400 പ്രതിരോധ സംവിധാനം തകർത്തതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ കയ്യിലും ഈ S-400 ഉണ്ട് എന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ റോബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശക്തമായിട്ട് ഉക്രൈനിലേക്കും വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. റഷ്യ ഉക്രൈന്റെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെന്നെത്തുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം അതായത് റഷ്യ ഉക്രൈൻ വിഷയം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉക്രൈന്റെ പിടിച്ചു നിൽപ്പ് അല്ലെങ്കിൽ ഉക്രൈന്റെ ചെറുത്ത് നിൽപ്പിനെ നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ സാധിക്കില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതായത് റഷ്യ എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ഒരു ശക്തിയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുപോലെ റഷ്യ യുദ്ധം തുടങ്ങിയ സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഉക്രൈൻ പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഉക്രൈന്റെ തലസ്ഥാനം പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു നിഗമനത്തിലാണ് റഷ്യ യുദ്ധം തുടങ്ങിയതെന്നുള്ള ഒരു റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്രയും വർഷങ്ങളായിട്ടും വളരെ ശക്തമായി തന്നെ ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ഉക്രൈൻ വളരെ ശക്തമായി പോരാടി നിൽക്കുന്നു. കുറെ പ്രദേശങ്ങളും കുറെ ജനങ്ങളും കുറെ സൈനികരും ഒക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ടും കീഴടങ്ങാതെ ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ചെറിയൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഉക്രൈൻ ശ്രമിക്കുന്നത് എന്താണെന്നാൽ ഉക്രൈൻ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി കൂടുതൽ നാശനഷ്ടങ്ങൾ റഷ്യക്കുള്ളിൽ വരുത്തി അതിലൂടെ റഷ്യനെ സമ്മർദ്ദത്തിൽ ആക്കി ഒരു ചർച്ചയിലേക്ക് റഷ്യനെ എത്തിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാരണവശാലും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ, ഒരു കാരണവശാലും ഉക്രൈന് റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് പിടിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതും ഒരു സംശയമായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ ശക്തമായി തന്നെ പോരാടിയാണ് ഉക്രൈൻ നിലനിൽക്കുന്നത് എന്നതും ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അതിന് വ്യക്തമായിട്ട് നാറ്റോ രാജ്യങ്ങളുടെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ പിന്തുണയുണ്ട് എന്നതും അവരുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ട് എന്നതും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ റഷ്യ ഇപ്പോൾ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. വെയർഹൗസുകളും അതുപോലെ നാറ്റോ രാജ്യങ്ങളുടെ ആയുധ സംവിധാനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഉക്രൈൻ്റെ വെയർഹൗസുകളായാലും ശരി, ആയുധ ശേഖരങ്ങളായാലും ശരി, അതുപോലെ മിസൈൽ
മിസൈൽ ലോഞ്ചറുകളായാലും ഈ ഡ്രോൺ നിർമ്മാണ ശൃംഖലകളായാലും ഒക്കെ തകർത്തുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി റഷ്യയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നതും വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും റഷ്യക്ക് മുന്നിൽ ഉക്രൈൻ ഒന്നുമല്ലാത്ത ഒരു രാജ്യം തന്നെയാണ്. അതായത് സൈനികമായിട്ടായാലും ശരി, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ശരി, റഷ്യയുടെ മുന്നിൽ രണ്ട് രാജ്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഉക്രൈൻ ഒന്നുമല്ല. ആ ഒരു സാഹചര്യത്തിൽ റഷ്യയുമായിട്ട് മുട്ടി നിൽക്കുക അല്ലെങ്കിൽ റഷ്യയുമായിട്ട് പൊരുതി നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഉക്രൈനെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ കുറച്ച് കാണുവാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉക്രൈൻ നടത്തിയിരിക്കുന്ന ഈ ഒരു ആക്രമണം അത് ഈ പുടിന്റെ ഒരു ആഡംബര ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു കൊട്ടാരം എന്ന് നമുക്ക് പറയാം. ആ കൊട്ടാരത്തിൽ നിന്നും വെറും 12 മൈൽ അകലെ സ്ഥിതി ചെയ്തിരുന്ന ലോഞ്ചറുകൾ S-400 ലോഞ്ചറുകളാണ് ഉക്രൈൻ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് അല്ലെങ്കിൽ ഉക്രൈന് ഈ ഒരു യുദ്ധത്തിൽ ഒരു മേൽക്കൈ കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഉക്രൈൻ തന്നെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഉക്രൈൻ തന്നെ ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തരം ഡ്രോണുകളാണ്. അതിന് AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി തന്നെ മനുഷ്യന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ പോലും, അതായത് ഒരു ഡ്രോൺ ഇവിടുന്ന് വിക്ഷേപിക്കുന്നു, അതിനുശേഷം റഷ്യയുടെ പരിധിയിൽ കടന്നു കഴിഞ്ഞാൽ പോലും റഷ്യ ഏതെങ്കിലും തരത്തിൽ റേഡിയോ സിഗ്നലുകൾ ജാം ആക്കുകയോ മറ്റോ ചെയ്തെങ്കിൽ പോലും സ്വന്തമായിട്ട് ഈ AI സിസ്റ്റം ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനം കൈവരിക്കുവാനുള്ള ഒരു ശേഷി ഈ ഡ്രോണിനുണ്ട് എന്നതാണ് ആ ഡ്രോണിന്റെ ഏറ്റവും പ്രത്യേകത. അത് തന്നെയാണ് ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഉക്രൈന് ഏറ്റവും വലിയ ഒരു മേൽക്കൈ നൽകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് റഷ്യ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് നടത്തുന്ന ഒരു തന്ത്രമായിരുന്നു, അതായത് തങ്ങളുടെ പരിധിക്കുള്ളിലേക്ക് കടന്നു വരുന്ന മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ സിഗ്നലുകൾ ജാം ആക്കുന്ന, റേഡിയോ തരംഗങ്ങൾ വഴി സിഗ്നലുകൾ ജാം ആക്കുന്ന ഒരു തന്ത്രം. അത് ജാം ആകുന്നതിലൂടെ മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ഉക്രൈൻ നേരിടുന്നുണ്ടായിരുന്നു. അതായത് ഉക്രൈൻ ഇവിടെ നിന്നും ഉക്രൈൻ്റെ ഒരു ഡ്രോൺ വിക്ഷേപിച്ചു വിടുകയും അത് റഷ്യൻ അതിർത്തിയിൽ എത്തുമ്പോൾ അതിൻ്റെ ദിശ മാറിപ്പോയി മറ്റ് സമീപ രാജ്യങ്ങളിൽ ചെന്ന് പതിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു തലവേദന തന്നെയായിരുന്നു ഉക്രൈന് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. മറ്റ് രാജ്യങ്ങൾ ഉക്രൈനെതിരെ ഒരു കാലത്ത് തിരിയുന്ന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇറക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് റഷ്യൻ മിസൈലാണ് അല്ലെങ്കിൽ റഷ്യൻ ഡ്രോണുകളാണ് എന്ന് തെറ്റിദ്ധരിച്ച് റഷ്യക്കെതിരെ ചില രാജ്യങ്ങൾ തിരിയുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും റഷ്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ റഷ്യ അതൊരു വലിയൊരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു തിരിച്ചടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് മറ്റ് രാജ്യങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ അത് ഏത് വിധത്തിൽ പ്രതിരോധിക്കും അല്ലെങ്കിൽ പ്രതികരിക്കും എന്നത് വളരെ വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഡ്രോൺ അല്ലെങ്കിൽ ഇത്തരം ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതിന് പിന്നാലെ ആ ഒരു പ്രശ്നത്തിന് വലിയൊരു പരിഹാരം കണ്ടെത്താൻ ഉക്രൈന് സാധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് റഷ്യയുടെ ഏതെങ്കിലും സാങ്കേതിക വിദ്യ ഈ ഒരു പാതയിൽ തടസ്സം ഉണ്ടാക്കുകയാണ് എങ്കിൽ ആ മനുഷ്യന്റെ കൺട്രോൾ ഇല്ലാതെ, അതായത് ഉക്രൈനിൽ ഇരുന്ന ഒരാൾ കൺട്രോൾ ചെയ്യാതെ തന്നെ ഈ ഡ്രോണുകൾക്ക് സ്വമേധയാ പോയി ലക്ഷ്യസ്ഥാനത്ത് ഹിറ്റ് ചെയ്യാനുള്ള ഒരു ശേഷി അത് ഉക്രൈൻ കൈവരിച്ചു. അത് ഉക്രൈൻ ഇപ്പോൾ അതിലൂടെയാണ് ഇപ്പോൾ ഉക്രൈൻ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ തിരിച്ചടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ S-400 പോലുള്ള അത്യാധുനിക സംവിധാനങ്ങളെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഇപ്പോൾ ഉക്രൈൻ ഉപയോഗിക്കുന്നത് അത്തരം സംവിധാനങ്ങളെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഏകദേശം 13,000 കോടി രൂപ വിലമതിക്കുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പുടിന്റെ ഈ ഒരു കൊട്ടാരം എന്ന് പറയുന്നത്. ആ കൊട്ടാരത്തിന്റെ നൽകിയിരിക്കുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ഏറ്റവും സുരക്ഷ ഉള്ള ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങളാണ് ആ ഒരു കൊട്ടാരത്തിന് നൽകിയിരിക്കുന്നത്. അവിടെയാണ് ഉക്രൈൻ ഹിറ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഈ ഒരു സംഭവത്തിന്റെ ഒരു വ്യാപ്തി കൂട്ടുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പോർവിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും എല്ലാം തടയാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ S-400 എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ അത് തകർക്കുക എന്ന് പറയുന്നത് ചെറിയൊരു വിഷയം മാത്രമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അപ്പോൾ അത്തരം വലിയൊരു സംവിധാനത്തെ തകർക്കുവാൻ ഉക്രൈൻ പോലൊരു ചെറിയൊരു രാജ്യത്തിന്, അല്ലെങ്കിൽ ഉക്രൈൻ ചെറിയൊരു രാജ്യം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു രാജ്യം തന്നെയാണ്. ആ ഒരു രാജ്യത്തിനും ആ ഒരു രാജ്യത്തിൻ്റെ
ടെക്നോളജിക്കും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഭവമായിട്ട് എടുക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം ക്രിമിയയിൽ സ്ഥിതി ചെയ്തിരുന്ന മറ്റ് 2 S-400 ലോഞ്ചറുകളും ഓറിയൻ ഡ്രോൺ കൺട്രോൾ ആന്റിനെയും തകർത്തതായിട്ടും ഉക്രൈൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഉക്രൈൻ സേന ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ് ഇത്തരം അവകാശവാദങ്ങളൊക്കെ ആയിട്ട്. ഇതുവഴി ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടം റഷ്യക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നാണ് ഉക്രൈൻ സേന ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. അതുപോലെ റഷ്യയുടെ ഉള്ളിലേക്ക് കയറി ഡ്രോൺ ആക്രമണം ഘടിപ്പിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ റഷ്യനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരു ചർച്ചയിലേക്ക് വരുത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് ഇപ്പോഴും ഒരു സംശയമായി തന്നെ നിലനിൽക്കുകയാണ്. റഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്ത് എവിടെയൊക്കെ ഒരു ആക്രമണം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ പോലും അത് റഷ്യക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു പോറൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാകാനേ സാധ്യതയുള്ളൂ. അത് ഒരു വലിയൊരു സമ്മർദ്ദത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഉക്രൈന് സാധിക്കുമോ എന്നതൊരു സംശയമാണ്. തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഉക്രൈൻ ആക്രമിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ഭൂരിഭാഗവും റഷ്യക്ക് തടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തിരിച്ച് വളരെ വലിയ തോതിലുള്ള വളരെ വലിയ ശക്തിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ റഷ്യ ഉക്രൈന് നേരെ തിരിച്ചു വിടുന്നുണ്ടെന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഉക്രൈൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിലെ റിപ്പോർട്ട് പ്രകാരം ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ തിരിച്ചടിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും വളരെ ശക്തമായിട്ട് ഇപ്പോൾ നമ്മൾ 2 രാജ്യങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ 2 രാജ്യങ്ങളുടെയും ടെക്നോളജിയും വലുപ്പവും അവിടുത്തെ സംവിധാനങ്ങളും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ശക്തമായിട്ട് ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറുത്തുനിൽപ്പ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. റോബിൻ, ജോയ്സ് മാത്യു ആണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് ഈ സമയത്തെ ഏറ്റവും